ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തോന്നുന്നു ഞാൻ മാസങ്ങൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നത് എന്ന്. തോന്നലല്ല, ശരിയാണ്. ഇന്ന് ഞാൻ ഇടാൻ കാരണം നമ്മൾ ഇന്നും കൂടെയുള്ളൂ വീട്ടിലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. നാളെ തൊട്ട് നമ്മൾ പോവുകയാണ്. എവിടെ? ചെന്നൈക്ക് പോവാം. ഇനി നമ്മുടെ ജീവിതം കുറച്ച് നാൾ ചെന്നൈയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്കറിയില്ല എന്താണ് കാലം കാത്തു വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെന്തല്ല കേട്ടോ. നമ്മൾ ചെന്നൈയിൽ പഠിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. 5 മാസമായി ഞാൻ വീട്ടിലുള്ളത് കൊണ്ട് ഇതായിരുന്നു എൻ്റെ ഡെയിലി റുട്ടീൻ. പക്ഷേ ഇനി മുതൽ, നാളെ മുതൽ ഇതിങ്ങനെയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മൈ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹോം റെക്കോർഡ് ചെയ്യാമെന്ന്. നമ്മൾ പള്ളി പോകുന്ന വഴി ആ കാണുന്നതാണ് നമ്മുടെ പള്ളി. ഇന്ന് നമ്മൾ എന്നത്തേലും ലേറ്റാണ്. കാരണം എന്താണ് മമ്മി? കാരണം പറ. മക്കൾ എഴുന്നേൽക്കുകയല്ലേ വിളിച്ച്. അപ്പോൾ ഇതിൻ്റെ കുറ്റക്കാരി ഞാനാണ്. ഞാൻ വാടിക്കഴിഞ്ഞ ആർത്ത് ഞാൻ ശനിയാഴ്ച പോണം. എനിക്ക് 4, 5, 6 അല്ലേ? തിങ്കളാഴ്ച എനിക്കിപ്പോൾ കോളേജിൽ നിന്ന് മെയിൽ വന്നു. തിങ്കളാഴ്ച 8:15 ഹാളിലേക്ക് ചെന്ന് കയറണം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്നും ഞാനാണ് തൂത്തുവാരുന്നതെന്ന്. ഇന്ന് തൂത്തുവാരേണ്ടി വന്നു. ും പുഴകളും പൂനിലാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. ഈ ഗുളികയോ? ഞാനൊരു ഡോക്ടറും നേഴ്സും അല്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഡു ദിസ്. ഗൂഗിളിൽ തപ്പാം. We have some മുല്ലപ്പൂ. ഹായ് ക്ലിയോ. ക്ലിയോയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമാണ്. ഹായ് ആണ്. നിങ്ങൾ വിചാരിക്കും ഈ പട്ടി ഞാൻ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. നല്ല, ഈ പട്ടീൻ്റെ ഇത് തുറന്നാൽ ഞാൻ ഓടി പെരക്കാത്ത കയറും. കാരണം പട്ടിക്ക് എൻ്റെ പേടിയാ. ഇപ്പം ഞാൻ ഇവിടെ ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ഹിന്ദുച്ചേട്ടൻ ഇങ്ങനെ ബെഡ്ഷീറ്റായിട്ട് ആൾക്കാർ വരുന്നു. പണ്ട് ഇവർ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു എൻ്റെ അർത്ഥം വലിയ പേടി. ഇന്ന് നിങ്ങളൊരു സാധനം മിസ്സായി. എൻ്റെ സ്കൂൾ ബസ് ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്. വീട്ടിലെ ഈശോ, ഹായ് ഈശോ. എനിക്ക് തന്നൊരു ടാസ്ക് ആണ് നമ്മുടെ രൂപക്കൂട് വൃത്തിയാക്കുക എന്നുള്ളത്. കാണിക്കട്ടെ. ഇത് 3 നമ്മൾ 3 പേരുമാണേ. ഇത് ചേച്ചി, ഇത് ഞാൻ, ഇത് അനിയൻ. ചേച്ചി ഇത് പ്രാവ്, ഭയങ്കര സമാധാനത്തിൻ്റെ ചിഹ്നം. ഞാൻ ചിറക്, അങ്ങനെ എപ്പോഴും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പറന്ന് നടക്കുന്നു. അനിയൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കുത്തിയിരിക്കുന്നു. ലൈക്ക് ദ സെയിം, ഇവരിവിടെ കുത്തിയിരിക്കുന്നു. ഇതാണ് അനിയൻ വായിക്കുന്ന ബുക്കാണ്, ലിയോ ടോൾസ്റ്റോയുടെ ഗ്രേറ്റസ്റ്റ് സ്റ്റോറീസ്. തള്ള തള്ളു തള്ളേ തള്ളേ. പിന്നെ ഇന്ന് കാണാൻ സുന്ദരനായിട്ടുണ്ടല്ലോ. ശരിക്കും കൊള്ളാം. അവ 2 ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ എൻ്റെ മമ്മി ഇവിടെ ആരോടോ ഫോണിലൂടെ തള്ളുന്ന കേൾക്കുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്നെ പരാമർശിക്കുന്ന കേട്ടോ. പരാമർശിക്കൊന്നുമില്ല. ചേച്ചി ഞങ്ങൾ പറയുന്നു ഉപ്പിൻ്റെ. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളുടെ വിറകുപുര, അഥവാ ഷെഡ് എന്ന് പറയും. നമ്മൾ വിറകൊക്കെ ശേഖരിച്ച് വെക്കുന്ന സ്ഥലം. കാരണം നമ്മുടെ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കുളിക്കാൻ എപ്പോഴും ചൂടുവെള്ളം വേണം. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിന് എപ്പോഴും ഗ്യാസിൽ വെക്കാൻ പറ്റില്ല. കുടിക്കാൻ ക്ലിയോ മിണ്ടാതിരിക്കുക. വെള്ളം വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഗ്യാസിൻ്റെ വില എത്രയാണ്? ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇമ്പോർട്ടൻറ്റ് വിറകടുക്കി വെക്കൽ.
ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത്ര വിറകൊക്കെ നിങ്ങൾ വെട്ടിയോ? നമ്മളല്ല, ഒരു അണ്ണൻ വന്ന് നമ്മളെ വെട്ടി തന്ന് വെച്ചതാണ് ഇതൊക്കെ. എന്ത് വൃത്തിക്കാണ് വിറകടുക്കി വെച്ചിരിക്കുന്നത്. വാ വാ വാ. ഇവിടെ കുറേ ആക്രി സാധനങ്ങൾ, ആക്രിയല്ല, കുറച്ച് നമ്മുടെ പരമ്പരാഗത സാധനങ്ങൾ, അത് നമ്മൾ ഇവിടെ അങ്ങ് വെച്ചു. നല്ല ചെയറാണ്, ഇതൊന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ചെയറാണ്. കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ DM. താരെ പൊക്കത്ത് കയറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ആ ഹൃദയം കണ്ടോ, ആ ഹൃദയം ഞാൻ വരച്ചതാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ഇവിടെ വേറെ ആരും പണി കാണിക്കില്ല. വേറെ നമ്മുടെ കുറേ വണ്ടി സാധനങ്ങളാണ് മെയിൻലി ഇവിടെ, വണ്ടി, കയറ്, എന്തിനാർക്കോ ചാടി. പിന്നെ ഇതേണ്ടേ എൻ്റെ മെത്ത, ഈ മെത്ത നമ്മൾ എടുത്തുനിന്ന് ചൂടാ. നമുക്ക് വലിയൊരു ടാസ്ക് ഉള്ളതേ, ഒരു വലിയ അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മെത്ത ഉണ്ടല്ലോ, ദിസ് ഈസ് മൈ ഫേസ്, ചാടിപ്പോയി. പേടിക്കണ്ട, അത് വലിയ പാമ്പുണ്ട്. അബദ്ധം പറ്റി മെത്ത ഞാൻ അടുത്ത് സൂക്ഷിച്ച് വെച്ചില്ല, ഇത് എലി വരണ്ടോ തോന്നുന്നു. around 2000 rupees. എലി വരണ്ട, എലിയായിരുന്നു ഇതിൻ്റെ അകത്ത്. എലി ചാടിപ്പോയി. ഇതുകൊണ്ട് അതേ കുത്തി കീറി വെച്ചേക്കുന്നേ. പറയൂ, എന്നോട് പറയൂ. എല്ലാരും കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ജോബിൻ എഴുതി വെച്ചിരിക്കുന്നത് ഇവനാണ്. കണ്ടോ, പെയിന്റ് എവിടെ അടിക്കണമെന്ന് അറിയാൻ മേലാതെ അവൻ കൊണ്ട് അടിച്ചേക്കോ വിത്തിമേല്. ബനിയൻ താത്തൊരു കുണ്ടി ആട്ടി എടാ ജോബിന് ഈ ഹീറ്റ്. നമ്മൾ പോകുന്ന ഹോസ്റ്റലിൽ അവിടെ മെത്തയുണ്ട്, പക്ഷേ ഒരു 5 വർഷത്തെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയും, നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം മെത്ത കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഭയങ്കര ഹാർഡായിരിക്കും ചിലത് കുറേ നാൾ യൂസ് ചെയ്ത് ചിലപ്പോൾ പൂപ്പലൊക്കെ ഉണ്ടാവും, അതും തൂത്ത് കളഞ്ഞാൽ പോവും, അത് വേറൊരു കാര്യം. ബട്ട് സ്റ്റിൽ ഞാൻ ഈ പേടിച്ച്, ഇത് എൻ്റെ ഒരു 5 years ആയിട്ടുള്ള മെത്ത, അത് ഭയങ്കര സോഫ്റ്റാണ്. അത് നമ്മൾ അവിടെ ഓൾറെഡി മെത്ത ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തിട്ടിട്ട് കിടക്കുമ്പോൾ വാവ്. മേ ബി എൻ്റെ റൂംമേറ്റ്സ് ഓർക്കുന്നുണ്ട്, ഇറ്റ്സ് വെരി ക്യൂട്ട് പഞ്ഞി മെത്ത. അതുപോലെ തന്നെ നമുക്ക് എവിടെ കിട്ടാനാ? എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് പറയൂ? ചപ്പാത്തി സാമ്പാറോ? കടയിൽ ചെന്ന സാമ്പാർ ചപ്പാത്തി നമ്മൾ കടയിൽ സാമ്പാറൊന്നും കഴിക്കില്ല. അന്നേ ഒരു കാര്യം ചെയ്യട്ടെ, സൈച്ചാൻ്റെ കിടന്ന് പൊറോട്ട മേടിക്കട്ടെ 2 എണ്ണം. എന്നാ 2 പൊറോട്ട മേടിക്കാം. നമ്മൾ പൊറോട്ട മേടിക്കാൻ പോവാം. ചില ദിവസം ഞാൻ ബാഡ് ഗേൾ. കാർ എടുക്കാൻ വേണ്ടി കാറിൽ കയറുമ്പോൾ എൻ്റെ പട്ടിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ക്ലിയോ, നിനക്ക് പേടിയുണ്ടോ? കാരണം പട്ടി ഇങ്ങനെ നോക്കിയിരിക്കുക, അതിൻ്റെ കൂടി ഞാൻ ഇടിച്ച് പൊളിക്കുമെന്ന് തോന്നുന്നു. യെസ്. എനിക്ക് നിങ്ങളുടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാനൊരു ലാസ്റ്റ് 5 months ആയിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, വീട്ടിൽ എന്നെ എടുക്കുമായിരുന്നു എന്നുള്ള തോട്ട് നിങ്ങൾക്ക് വന്നു. ഇല്ല, എനിക്കുണ്ട്. അത് ഞാൻ പറയാം. ഞാനൊരു എൻ്റെ ജോലി, ഞാൻ ഡിഗ്രി സൈക്കോളജി ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് സൈക്കോളജിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുണ്ടായിരുന്നു. പക്ഷേ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1 year വർക്ക് ചെയ്യാൻ, വേറെ എന്തെങ്കിലും ചെയ്ത് തീരുമാനിക്കാം, ബ്രേക്ക് എടുക്കുക. വെറുതെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ട് ഡിസൈഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു ആക്ച്വലി എൻ്റെ പ്ലാൻ. അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയിൽ എനിക്കൊരു ജോബ് റോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ട്രെയിനിങ്, നമ്മൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ റിസർച്ച് പേപ്പറിൻ്റെ ടൈമിൽ തന്നെ ഇതിൻ്റെ ട്രെയിനിങ്ങും കൂടി ഓൺലൈൻ ആയിരുന്നു. പിന്നെ വീക്കെൻഡ്സ് ഞാൻ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ യാത്ര. പിന്നെ 2 മാസം കൊച്ചിയിൽ തന്നെ ഇതിനുവേണ്ടി തന്നെ നിന്ന് ട്രെയിനിങ് കൂടി. അതിനുശേഷം നമ്മൾ സ്കൂൾസിൽ പ്ലേസ്ഡ് ആയി. ഒരു 1 year സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. ആക്ച്വലി ടീച്ചിങ് ഫേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് എന്ന് വെച്ചാൽ എനിക്ക് അത്ര ടീച്ചിങ് ഇഷ്ടമുള്ള ആളൊന്നും ആയിരുന്നില്ല ഞാൻ. ബട്ട് സ്റ്റിൽ എനിക്കൊന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു, പിള്ളേരെ ഇഷ്ടമുള്ളതാണ്, ജോലി ഇഷ്ടമായിരുന്നു. അപ്പം ടീച്ചിങ് പീരീഡ് നല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്, ടീച്ചിങ് അല്ല ഞാൻ ചെയ്യേണ്ടേ എന്നൊരു സാധനം. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ, മീഡിയ മാർക്കറ്റിംഗ് ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉള്ളത് കൊണ്ട് ഐ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ മീഡിയ മാർക്കറ്റിംഗിലേക്ക് കയറി. അവിടെ നമ്മളൊരു April May ജസ്റ്റ് ഒന്ന് അക്കമ്പനി ചെയ്തു. നമുക്ക് പിന്നെ ചെയ്തിരുന്ന ആളുമായിട്ട് അക്കമ്പനി ചെയ്തു. വർക്ക് ആയിട്ടില്ല, പക്ഷേ പലതവണ എറണാകുളത്ത് നമ്മൾ വരുമൊക്കെ ചെയ്തു. പിന്നെ ഫ്രം ജൂൺ ഓൺവേർഡ്സ്, ജൂൺ ടു ജാൻ, ഒരു 8 months ആണ് പ്രോപ്പർലി ഞാൻ പിന്നെ വർക്ക് ചെയ്തത്. അപ്പം ഒരു 8 months ശേഷം ഒരു ഓൾ ഓഫ് എ സഡൻ നമ്മളെടുത്തൊരു ഡിസിഷൻ അല്ലായിരുന്നു നമ്മൾ റിസൈൻ ചെയ്യാന്നുള്ളത്. നമ്മളൊരു എനിക്ക് കയറിയപ്പോൾ തൊട്ട് എപ്പോഴോ ഒരു പോയിന്റ് തൊട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് തുടങ്ങി. അപ്പോൾ തൊട്ട് ഞാൻ നമ്മൾ കുറേ നേരം വിഷമം ഒരു ചാപ്പൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ, അങ്ങനെ എടുക്കണം എന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പം വേറൊരു ബ്ലെസ്സിംഗ് വെച്ചാൽ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ മമ്മി വാസ് ലൈക്ക്, ഇഫ് ഞാനിപ്പോൾ പറയുകയാണ് ഓക്കെ ഇങ്ങനെയാണ്, അപ്പോൾ ഓക്കെ ഗോ വിത്ത്, അങ്ങനെ പോക്കോ, ഇത് ഇങ്ങനെയാണ് വേണ്ട, ഓക്കെ ജോലി നിർത്തിക്കോ, പഠിക്കണം, പഠിക്കാൻ അങ്ങനെ അവർ അത്ര ഓപ്പൺ. അതൊരു ബ്ലെസ്സിംഗ് ആണ്.
അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു. പെട്ടെന്ന് ഡിസിഷൻ കുറേ നാളെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു ഡിസിഷൻ എടുക്കാണ്ട് എല്ലാവരും നമ്മൾ പറയേണ്ടതെന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെ നമ്മളെടുത്ത് ഒരു ഇത് പറഞ്ഞു. പിന്നെ ഒരു 1 വീക്ക് നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് നമ്മളായിരുന്നു. പക്ഷേ ആ ടൈം ഭയങ്കര ഹാർഡായിരുന്നു. അതായത് ആ ടൈമിലാണ് റിസൈൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ല. ആ ടൈമിലൂടെ അച്ഛൻ്റെ 25th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എനിക്ക് വേറെ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയ ഒരു ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ആ പ്രോഗ്രാംസിൻ്റെ കുറച്ചധികം സ്ട്രെസ് വന്നു. പിന്നെ ഏറ്റവും വിഷമം ഇവരുടെ വെഡിങ് ആനിവേഴ്സറി 25th വെഡിങ് ആനിവേഴ്സറി ഞാനും ചേച്ചി അനിയനും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ ഇവന്റുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ഹ്യൂജ് പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് നമ്മൾ തിരക്കായി പോയപ്പോൾ എല്ലാം പൊട്ടി പാളിസായി. ലിറ്ററലി എല്ലാം പൊട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ലാത്ത അവസ്ഥ. ആൻഡ് ഇവിടെ 25th വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനും ചേച്ചി അനിയനും ഇവിടെ ഇല്ല. അതിന് നമ്മളൊരു റീപ്ലേസ്മെന്റ് പ്ലാൻ ഉടനെ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ഈശോ സഹായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഭയങ്കര വിഷമമായിരുന്നു ആ ടൈമിൽ. പക്ഷേ അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഒരു തവണ കൊച്ചിയിൽ വന്നപ്പോൾ ഒട്ടും ഒരു നെക്സ്റ്റ് ഡേ എന്താണെന്ന് അറിയാതാണ് ഞാൻ റിസൈൻ ചെയ്തത്. പക്ഷേ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മുന്നോട്ട് ആലോചിക്കുമ്പോൾ എങ്ങനെ എടുക്കാൻ ഒക്കെ റിസൈൻ ചെയ്യാൻ പോകാന്നുള്ളത്. പക്ഷേ ആ ഒരു നെക്സ്റ്റ് നമ്മൾ ഇറങ്ങിയ ആ വീക്ക് തന്നെ ഞാൻ കൊച്ചിയിൽ വന്നപ്പോൾ ഒരു കോൾ വരും. ഞാനിങ്ങനെ റാൻഡം ആയിട്ട് അവിടെ ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സൗണ്ട് ഡബിങ് സാധനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് 300 ആണ് പെർ അവർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇഷ്ടം കൊണ്ട് പോയി ചെയ്യുന്നതായിരുന്നു. അത് 300 ആണ് ആകെപ്പാടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഊബർ എടുത്ത് പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് 300 എബോ. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് വീട്ടിൽ വൈകിട്ട് അവിടെ നിന്ന് ദൂരെ പോകണ്ടേ. കളമശ്ശേരിയിൽ ഇതാണ്ട് 8:30 കുർബാനുണ്ട്. അപ്പോൾ പോകുമ്പോൾ അതിൽ എക്സ്പെൻസ് ഭയങ്കര നഷ്ടമാണ് അവിടെ പോകുന്നത്. പക്ഷേ അന്ന് ഞാൻ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അത് ചെയ്തിട്ടുണ്ട്. ഒരു ഉപകാരം ഈ ഒരു കോൾ വന്നു. നമുക്ക് ഇതുപോലെ സൗണ്ട് ചെക്ക്. ഞാൻ ഇതുപോലെ ഈ കാറിലിരുന്നാണ് സൗണ്ട് ചെക്ക് ചെയ്ത് അയക്കുന്നത്. എനിക്ക് പനിയാണ്, ഒട്ടും പ്രതീക്ഷയില്ല. നല്ല പേയ്മെന്റ് ഉള്ള പ്രൊജക്റ്റാണ് ഒരു. പക്ഷേ നമുക്കത് കിട്ടി. അറൗണ്ട് നമുക്കൊരു വീക്കിലി ഒരു 4 hours ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്താൽ ഒരു 6,000 എബവ് ഒക്കെ നമുക്ക് കിട്ടുന്ന അത്ര ഒരു നല്ല പ്രൊജക്റ്റ്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു. അതായത് ഫിനാൻഷ്യലി ജോലി ഇല്ലായിരുന്ന ടൈമിൽ ഇപ്പോൾ കഴിഞ്ഞ 5 മാസവും ഫ്രീലാൻസ് വർക്ക് കിട്ടി. അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ടോ ഞാൻ കാണുന്നത്. കുറേ വെഡിങ് MC കിട്ടി, കുറേ ആളുകളെ പരിചയപ്പെട്ടു. മറ്റേ ഒരു സ്റ്റോറി റെന്റൽ മീഡിയ ആയിട്ട് വർക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാലോമിൽ വർക്ക് ചെയ്തു. ഞാൻ ഇങ്ങനെ പണ്ടൊരു 4 years ബാക്ക് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ആസ് എ പാർട്ട് ഓഫ് ഇന്റർവ്യൂ എൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ ആഫ്റ്റർ കുറച്ച് നാൾ വോട്ട് യു വോണ്ട് ടു ഡു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ലൈക്ക് ടു വർക്ക് വിത്ത് ദ ഷാലോം പ്രൊഡക്ഷൻ ടീം ഒക്കെ. അന്നതൊന്നും അറിയാണ്ട് പറഞ്ഞൊരു കുട്ടിയാണ് ഞാൻ. ബട്ട് സ്റ്റിൽ അത് ചെയ്തപ്പോൾ ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ. കാരണം നമുക്കുള്ള നമ്മുടെ കുറച്ച് മോറൽസും ഫെയ്ത്തും ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടാലന്റ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും പറ്റുമ്പോൾ ഫീൽ വെരി ബ്ലെസ്ഡ്. പിന്നെ നമ്മൾ വന്ന ഒരു വലിയൊരു ഹ്യൂജ് കഴിഞ്ഞ 5 മാസം ഭയങ്കര ഒരു സമയമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വെരി ഗുഡ് ടൈംസ് അതെ. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഹാർഡ് ആയി പോയ ടൈംസ് ഉണ്ട്. ഞാൻ പറയാം ഈ ഒരു നല്ല സമയം പോലെ തന്നെ 5 മാസത്തിൽ നമുക്ക് കുറേ വിഷമങ്ങൾ വന്നു. കുറച്ച് സമയങ്ങളുണ്ട്. അതിൽ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ മൂവി ഇതിൻ്റെ ഇടയ്ക്ക് വാഴ 2-ന്റെ നമ്മുടെ ഹാഷറിന്റെ പേരായിട്ട് ഏഞ്ചലിന്റെ ക്യാരക്ടറിന് ഡബ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്, അനദർ ബ്ലെസ്സിംഗ്. അത് നമുക്ക് ഒരു 5 hours ഒരു ഫുൾ മൂവി നമ്മൾ ചെയ്തു. പേയ്മെന്റ് ഒക്കെ ഫുൾ സെറ്റിൽ ചെയ്തു. ആൻഡ് മൂവി ഇറങ്ങുന്നതിന് ഒരു 1 week ബിഫോർ നമ്മൾ അറിയാണ്. ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോഴാണ് പറഞ്ഞു എൻ്റെ അടുത്ത് ലിസ്റ്റ് പറഞ്ഞു ഇതുപോലെ ഒരു മിസ്മാച്ച് അവർക്ക് ആർക്കും ഒരാൾക്ക് അത് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തു. സോ അവരത് ക്വിറ്റ് ചെയ്ത് ഏഞ്ചലിനെ കൊണ്ട് തന്നെ ചെയ്തു. അപ്പോൾ അതുവരെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു വാഴ മൂവി ഹിറ്റ് ആവുന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ മൂവി ഇറങ്ങുമ്പോൾ അതിന്റെ ക്രെഡിറ്റ്സിൽ നമ്മുടെ പേര് കാണാമല്ലോ. അതായിരുന്നു എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം. ആൻഡ് എൻ്റെ ഒരു വേറെ മണ്ടത്തെ അത് പറയണം. അതുപോലെ ഇങ്ങനെ കുറേ നല്ല പ്രൊജക്ട്സും സാധനങ്ങളൊക്കെ ഇത് കുറേ വന്ന പോലെ തന്നെ കുറേ സാധനങ്ങൾ വന്നിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഭയങ്കര വിഷമത്തിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി നമ്മൾ അത്ര വേർത്തല്ല അങ്ങനെ ഭയങ്കര തോർച്ച സാധനങ്ങൾ ഭയങ്കര ഒരു മറ്റേ പറയില്ല നിരാശ സ്റ്റേറ്റിലൂടെയൊക്കെ പോയി. അപ്പം നിരാശ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് എന്നുള്ളത് ഞാൻ പിന്നീട് ഒരു കൺഫ്യൂഷനിലാണ് മനസ്സിലാക്കി. അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് ഫ്രം ഗോഡ്. നമുക്ക് നിരാശ വരുന്നത് ദൈവത്തിൽ നിന്ന് അല്ല. മേ ബി ഇറ്റ്സ് ഫ്രം സേറ്റൻ. അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. അഡ്മിഷൻ ഫേസ് എത്തി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന ഒരു കോളേജും കോഴ്സും ഉണ്ടായി. ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലോക്കായി എന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴും വിഷമിക്കും. കാരണം അത്ര ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ദൈവം നീ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ ആഗ്രഹം തന്നൊക്കെ. പക്ഷേ സംഹൗ വി കെയിം ടു MCC ചെന്നൈ. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. ഞാൻ നാളെ ചെന്നൈക്ക് പോകണം. എനിക്കറിയില്ല അവിടെ മീൻസ് കുറച്ച് ചെറിയ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട്. ബട്ട് സ്റ്റിൽ കോളേജിനകത്ത് ആരും അറിയില്ല, എൻ്റെ ക്ലാസ്സിൽ അറിയില്ല, ടീച്ചേഴ്സിന് അറിയില്ല, കോഴ്സ് അറിയില്ല. ആൻഡ് ഐ എം ലിറ്ററലി കൺഫ്യൂസ് ദാറ്റ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഐ ഹാവ് എ സ്ട്രോങ് ഫെയ്ത്ത് ദാറ്റ് മൈ ഗോഡ് വിൽ മേക്ക് ഇറ്റ് സൂപ്പർ. ആ ഒരു അച്ഛൻ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലെ ഒരു കോഴ്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നമുക്ക് ഇടയ്ക്ക് തോന്നി ഇത് എടുക്കണ്ടായിരുന്നു, ജോലിക്ക് പോയാൽ മതി. ആ ഒരു ഫേസിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന കോളേജൊക്കെ ആയിരുന്നു ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായി പോയ എന്നൊരു തോട്ട് എനിക്ക് വരും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ആഗ്രഹിച്ച കോഴ്സല്ല കോളേജല്ല ഒന്നുമല്ല. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് ഗോഡ്സ് വിൽ എന്നുള്ള സാധനം എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റി. എനിക്ക് 2 റിട്രീറ്റ്സ് കൂടെ ഞാൻ 10th കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 days റിട്രീറ്റ് കൂടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത് നെക്സ്റ്റ് ആദ്യം ചെയ്തത് ഞാനൊരു റിട്രീറ്റ് കൂടി. ഇറ്റ് വാസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദെൻ നമുക്ക് ടീമിൻ്റെ ഒരു റിട്രീറ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്കത് എന്താ പറയുക എനിക്കത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നിയ ഒരു റിട്രീറ്റ് ആയിരുന്നു. ഭയങ്കര അങ്ങനെ ഉണ്ടല്ലേ ഇതില്ലേ ചേട്ടനിപ്പം കേട്ടാ ഒന്ന് പറയുന്ന കേട്ട ആരാ അമ്മ മെത്ത നോക്കിയാ അത് ഉപയോഗിക്കാൻ പറ്റുമോന്നേല്. പെട്ടെന്ന് മഴ പെയ്തു. ഇപ്പം നമ്മൾ നമ്മുടെ ഡ്രസ്സ് തയ്ച്ച് കൊടുത്തത് മേടിക്കാൻ പോവാം. ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, നല്ല മത്തി വറുത്തത്, പിന്നെ മാങ്ങാ ചമ്മന്തി. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് നാളെ ഉച്ചയ്ക്ക് മന്തി മേടിച്ചു വന്നേക്കാം. വേണ്ട
മന്തി അവിടെ പോയിട്ട് കഴിക്കാം. എന്നെ അവിടെ കഴിക്കാം. അമ്മയുടെ ചോറ് മതിയോ? ഫൈനലി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇതെല്ലാം പെട്ടിയിലാക്കി പാക്ക് ചെയ്യുന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മൾ എല്ലാ ആഴ്ചയും വരാനാണ് പ്ലാൻ. എല്ലാ ആഴ്ചയില്ല, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. മന്ത്ലി വൺസ് എങ്കിലും വരണം എന്നാണ് പ്ലാൻ. ഗോഡ് നോസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കുറച്ച് ഓടിച്ചിട്ട് കണ്ടാണ്, കുറച്ച് ലോങ് വീഡിയോ ആണ്. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. ഗോഡ് ബ്ലെസ് യു.